വനപ്രദേശത്തു കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിമനോഹരമായ കാടുകളും അതേപോലെ തന്നെ വയലേലകളും മജുളി ദ്വീപിനെ മനോഹരമാക്കുന്നു. ചുറ്റുവട്ടവും ബ്രഹ്മപുത്ര നദിയാൽ ചുറ്റപ്പെട്ട മജുളി പ്രകൃതി രമണീയമായ ഒരു നദീ ദ്വീപാണ്. നൂറുകണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും മജുളിയിലൂടെ കടന്നു പോകുന്നത്. എല്ലാവരും ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്തിട്ടാണ് മജുളി ദ്വീപിലേക്ക് എത്തിച്ചേരുന്നത്. മജുളി ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷക്കാലം മുഴുവൻ ഉണ്ടാകുന്ന നിരന്തരമായ വെള്ളപ്പൊക്കങ്ങളാണ്. ഓരോ വർഷവും ആവർത്തിക്കപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങൾ മജുളിയുടെ വിസ്തൃതി ഓരോ വർഷവും കുറച്ചു കൊണ്ടുവരുന്നു. ബ്രഹ്മപുത്ര നദിയിലൂടെ ബോട്ടിലും കപ്പലിലും സഞ്ചരിച്ചു വേണം മജുളി ദ്വീപിൽ എത്തിച്ചേരാൻ. റിവർ ദ്വീപ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡാണ് മജുളി ഐലൻഡ്. ഈ ബ്രഹ്മപുത്ര നദി രൂപം കൊടുത്ത ഒരു ദ്വീപാണ് മജുളി ദ്വീപ്. ആ മജുളി ദ്വീപിലെ ഒരു വീട്ടിലാണ് നമ്മളിന്നുള്ളത്. നമുക്കറിയാം താഴ്വര തീരത്തുള്ള വീടുകൾ, ആസാമിലുള്ള വീടുകളൊക്കെ തന്നെ മിക്കവയും തൂണുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ മുള ഇവിടെ പാകിയിരിക്കുന്നു. താഴെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. മുകളിൽ കിടന്നുറങ്ങുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ ഇവിടെയാണ്. അവരവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇവിടെ കിടന്നുറങ്ങുന്നു സുഖമായിട്ട്, യാതൊരു പ്രയാസവും ഇല്ലാതെ. പാനി കിധർ തक आते हैं, नीचे तक इधर आएगा, इधर उधर सोने के इधर नहीं आएगा. अच्छा अच्छा अच्छा. അപ്പോൾ ഈ വീട്ടിലെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ തൂണാണ്. വെള്ളം ഇവിടം വരെ വരും, വെള്ളപ്പൊക്കത്തിനെന്ന് പറയുന്നത്. ഇവിടെ സുരക്ഷിതമായിട്ട് മുകളിൽ ഈ മുളന്തണ്ട് ഇപ്പം മാറിയിട്ടുള്ള കോൺക്രീറ്റ് ആണ്. ഇതിൽ നിന്ന് ബ്രഹ്മപുത്ര തീരത്തും അതേപോലെ കോസി നദിയുടെ തീരത്തൊക്കെ തന്നെ സുരക്ഷിതമായിട്ട് ആളുകൾ ഈ രൂപത്തിലാണ് വീട്. ഇന്ന് ബിഹു ആണ്. ബിഹുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പശുക്കളെയൊക്കെ രാവിലെ കുളിപ്പിച്ച് തയ്യാറാക്കി നിർത്തും. അതാണ് ഇവിടെയും കാണുന്നത്. ദീദി 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 दीदी आइए 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 आइए, कोई दिक्कत नहीं, आइए. भैया आपको क्या क्या है? गाय गाय है और गाय और क्या क्या है इधर? അവരൊക്കെ പറയാൻ നാണിക്കുകയാണ്. നോക്കൂ, ഇവരൊക്കെ ഉരലിലാണ്, പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇതൊക്കെ പൊടിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ട ഉപകരണങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇവിടെയൊക്കെ വീടുകൾ മുളയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആസാമിൽ മിക്ക പ്രദേശങ്ങൾ, അതായത് ബ്രഹ്മപുത്ര നദിയുടെ തീരപ്രദേശത്തുള്ള വീടുകളൊക്കെ തന്നെ മുളകളിൽ ഉയർത്തിയ വീടുകളാണ്. ഇവിടെ ഈ വീടൊക്കെ മുളയിൽ ഉയർത്തി അതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കം മൂലമുള്ള ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇവരൊക്കെ പ്രവൃത്തി ചെയ്യുന്നത് വീടിൻ്റെ താഴെ വെച്ചിട്ടാണ്. അപ്പോൾ അവരൊരു വർക്ക് പ്ലേസ് ആയിട്ടാണ്. അതേപോലെ കന്നുകാലികളെ വളർത്തുന്നതൊക്കെ തന്നെ ഈ വീടിൻ്റെ താഴെ വെച്ചാണ്. വീടിൻ്റെ നിർമ്മാണത്തിനുള്ള മുളകൾ തയ്യാറാക്കാനാണ്. നമ്മുടെ നാട്ടിലെ കുമ്പളം അതാ വീടിൻ്റെ മുകളിൽ ഇവരും പടർത്തിയിരിക്കുന്നു. ഇവിടെയും നല്ലൊരു കുമ്പളം നോക്കിയേ, മുകളിൽ കുമ്പളം, വലിയ കുമ്പളം ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ മുകളിൽ. വീടിൻ്റെ മുകളിൽ പടർത്തിയതാണ്. ഇതാ താഴെയൊക്കെ നല്ല ഇഷ്ടംപോലെ കുമ്പളം. അതായത് ഇവർ രാവിലത്തെ ഭക്ഷണം, അത് കഞ്ഞി കുടിക്കുകയാണ് രാവിലെ തന്നെ റോഡിൽ ഇരുന്നിട്ട്. ഇവർ ഇരുന്ന് പുറത്തേക്ക് ഇരുന്ന് പ്രായമുള്ള ആളുകളൊക്കെ തന്നെ ഇതാണ് അവരുടെ ഏറ്റവും ഔഷധ സമ്പന്നമായ പാനീയം. രാവിലെ കുടിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ബീഹാറിലൊക്കെ കാണുന്നതാണ്. ചെറിയ കുറിയ ഇനം ആടുകളാണ്. വളരെ ഓമനത്തുള്ള, സുഖമായിട്ട് പോറ്റാവുന്ന, ചെറിയ കൂട്ടിലിട്ട് പോറ്റാവുന്ന, വീട്ടിൽ ചെറിയ ഇതിൻ്റെ വളരെ ചെറിയ ആട്. ആ വീടിൻ്റെ താഴെ ആളുകൾ കിടന്നുറങ്ങുകയാണ്, അവർ ജോലി ചെയ്യുകയാണ്. മഴ വന്നാൽ അവരൊക്കെ മുകളിൽ പോകും. അല്ലാത്ത സമയം അയാള് വഴിക്കുന്ന നടക്കുമ്പോ നമ്മുടെ ദൗർബല്യം. സലീം. ഇംഗ്ലീഷ് പറയുന്നുണ്ട്. സലീം ഫ്രം കേരള. Muslim. Yeah. I am Hindu. No problem. We are human being. Yeah, right. Yeah. നല്ല മീൻ പുഴയിൽ ഇപ്പൊ പിടിച്ചുകൊണ്ടുവന്നാണ്. നോക്കിയാൽ ഇവിടെയൊക്കെയുള്ള ഒരു രീതി, ആദ്യം തന്നെ മതമാണ് ആളുകൾ പറയുന്നത്. യമൻ്റെ ലോക്കൽ തക്കാളി, അവൻ്റെ തക്കാളി കാണിച്ചു തരാം. അതാ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി വറുക്കുകയാണ്. അതാ ചെറിയ
അവനിപ്പോൾ ഈ മീൻ 400 रुपये कितना रुपये मछली को मछली कितना रुपये बोला हो जाएगा बाद में बात करेंगे कितना रुपये समथिंग 400 400 ഓക്കെ ഓക്കെ വെരി ഫ്രഷ് फ्रेश ആ അച്ചിയ 400 റുപ്യാണ് ആ മീൻ അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് രാവിലെ അവൻ പോയി പിടിച്ചതാണ് പുഴയിൽ നിന്ന്, ബ്രഹ്മപുത്രൻ്റെ കൈവഴിയിൽ നിന്ന് പിടിച്ചതാണ്. നല്ല ഒന്നാം തരം മത്സ്യം. എന്നാൽ അത് കഴിച്ചിട്ടേ കാര്യമുള്ളൂ. ഇനി ട്രെയിൻ പോയാലും वहाँ पे है അയ്യാ അച്ഛാ അച്ഛാ दिस इज स्मॉल പിന്നെ തക്കാളി അപ്പോൾ നാടൻ തക്കാളി, ചെറിയ തക്കാളി, വളരെ എന്നാൽ ഇതൊക്കെ രുചിച്ചിട്ട് തന്നെ കാര്യം. ആയിവാ ഹെമൻ യാ ദിക്കാവോ അച്ഛാ നല്ല തക്കാളി രാവിലെ അതാ. ഏനായിട്ടോ ഇത് നല്ല ഇവനെ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലെ തേങ്ങ അരച്ചുള്ള കറി ഇവിടെ കിട്ടൂലെന്നാണ്. അത് 400 റുപ്യ കച്ചവടമാക്കിയതാണ്. അപ്പം നല്ല നാടൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നല്ല ഏട്ട, ഈ ബ്രഹ്മപുത്രയിലെ ഏട്ട അത് പ്രത്യേകതയാണ്. പുലിൻ പുലിൻ 8:30 മണിയോട് കൂടിയിട്ട് ഇവ കർണാടകയിലൊക്കെ പഠിച്ചതാണ്. 8:30 മണിയോട് കൂടി നമുക്ക് ഈ ഏട്ട കറി വെക്കും. ആ ടേസ്റ്റ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. കൊണ്ടുവന്ന സാധനം കഴിക്കുകയാണ്. നല്ല ഒന്നാം തരം ഇതിൻ്റെ തല അതാ, അത് ഞാനിങ്ങ് എടുക്കുക. ആ ഏട്ടയുടെ തല എനിക്കൊരു അയ്യവ, നമുക്കത് രുചിച്ച് നോക്കാം. നല്ല വെറൈറ്റി ആസാമിൻ്റെ പ്രത്യേക രുചിയിൽ ഈ ഏട്ട തയ്യാറാക്കി നല്ല രുചിയുണ്ട്. ഇത് നമുക്ക് കഴിച്ച് ശേഷം ഇതാക്കാം. 2 ദിവസമായി നിഷ്കളങ്കരായ മജുളി ദ്വീപിലെ ജനങ്ങളുമായിട്ടുള്ള ഇടപഴക്കം ആ ദ്വീപിനോട് വിട പറയുമ്പോൾ വല്ലാത്ത നോവാണ് സമ്മാനിക്കുന്നത്. ഇനിയും ഒരിക്കൽ കൂടെ ഈ ദ്വീപിൽ വന്ന് കുറച്ചുകൂടെ സമയം ചെലവഴിച്ച് ഈ നിഷ്കളങ്കരായ മനുഷ്യരുടെ ആതിഥ്യം സ്വീകരിക്കണമെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്. ഇത് ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്യാനുള്ള വലിയ കപ്പൽ രൂപത്തിലുള്ള ബോട്ടാണ്. ഇവിടെ വാഹനങ്ങൾ, കാറ്, ജീപ്പ് എല്ലാം ഈ ഭാഗത്ത് കയറ്റും. MV ഇന്ദ്ര ഇതിൽ മറുഭാഗത്ത് ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം ആളുകൾ ബ്രഹ്മപുത്രക്ക് കുറുകെ നേരത്തെ പറഞ്ഞ പാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാലുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ നോക്കുക, കടൽപ്പരപ്പ് പോലെ കിടക്കുന്ന വലിയ നദിയാണ്. ഇതിന് കുറുകെയാണ് ഈ വലിയ ബോട്ട് ആളുകളെയും കൊണ്ട് സഞ്ചരിക്കുന്നത്. ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാണണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.